ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോഴേ അലിൻ ജോസ് പെരേരനെ കുറേ ആൾക്കാർ ഇങ്ങനെ തെറി വിളിക്കുന്നത്, പച്ച തെറി വിളിക്കണ കുറേ കമൻറ്റുകൾ കണ്ട് ഗൈസ്. അപ്പോൾ പൊതുവെ എന്താ വെച്ചാൽ അലിൻ ജോസ് പെരേര നല്ല ആരുടെ വീഡിയോന് താഴെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവില്ലേ. അതിപ്പോൾ നെഗറ്റീവ് പറയുന്ന ആളുകളെ ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം പോലെ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും, അവർ ചെയ്യുന്നത് ശരിയാണ് തോന്നുന്നുണ്ടാവും, അതുകൊണ്ടാവും ചെയ്യുന്നുണ്ടാവുക അല്ലേ. പക്ഷേ ഇതിനൊരു കാര്യമുണ്ട് ഗൈസ്, നമുക്ക് ഒരാളെ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് അയാളത് മോശമാണെന്നൊന്നും നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ എനിക്ക് ഒരാൾ വളരെ ഇറിറ്റേറ്റിംഗ് ആയി തോന്നിയായിരിക്കും, അന്ന് എഴുതിയിട്ട് അയാളെ പച്ചത്തെറി വിളിച്ചിട്ട് എന്താ കാര്യമുള്ളത്? സോഷ്യൽ മീഡിയ നമ്മുടെ അപ്പൻ്റെ വകയെന്നല്ല, ആണോ? ഇവിടെ എല്ലാവർക്കും അവകാശങ്ങളുണ്ട്. അയാളെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഗതി എന്ന് വെച്ചിട്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ, നമുക്ക് അയാൾ ഇഷ്ടമല്ല, അയാൾ വെറുപ്പിക്കലാണെന്നൊക്കെ പറയും. പക്ഷേ അയാൾ ഈ തെറി വിളിക്കണതിൽ എന്താ കാര്യമുള്ളതെന്ന് മനസ്സിലായത്? അതും അയാളുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കണം, കെട്ടിത്തൂങ്ങി ചാവട അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയണത് അല്ല. ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഏറ്റവും അവസാനം ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം പറഞ്ഞത് കേസ്, മൂപ്പര് ഒരു എന്താ പറയുക, ഞാൻ പറയുന്നുണ്ട്, പിറന്നാളിന് അതേപോലെ കല്യാണത്തിന് ഒക്കെ നിങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1500 രൂപയ്ക്ക് 1500, 2000, 2500 രൂപ ഏകദേശം ആ റേഞ്ചിൽ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. അതിൻ്റെ താഴെ വന്നിട്ട് അവൻ ചോറ് 100 രൂപയും കൊടുത്താൽ മതി എന്നാൽ വരും, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു കമൻറ്റ്. പിന്നെ വേറൊന്ന് അതിൻ്റെ ഇടയിൽ തെറിയൊക്കെ ഉണ്ട് കേട്ടോ, വേറെ കാര്യം. അതേപോലെ തന്നെ നീ ഞങ്ങളുടെ കല്യാണത്തിന് വരണമെങ്കിൽ നീ ഞങ്ങൾക്ക് കാശ് തരണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി. സുഹൃത്ത്, ഒരു കാര്യം പറയട്ടെ, ഇന്ന് മലയാളത്തിലെ പല നടന്മാർക്കും നടിമാർക്കും ഇല്ലാത്ത വിസിബിലിറ്റി അടക്കം അലിൻ ജോസ് പെരേരയ്ക്ക് ഉണ്ട്. അലിൻ ജോസ് പെരേര ഒരു സ്ഥലത്ത് വരുമ്പോൾ അവനെ തെറി വിളിക്കാനെങ്കിലും കാണാനെങ്കിലും കളിയാക്കാനെങ്കിലും 10 പേര് കാണും. പിന്നെ എല്ലാവരും കളിയാക്കാനും തെറി വിളിക്കാനും വരണവരല്ല, അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെയാണ്. അത് നമ്മളെ അംഗീകരിക്കാത്തതുകൊണ്ടാണ്. സന്തോഷ് പണ്ഡിറ്റിന് ഇതേപോലെ കളിയാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു 10-12 കൊല്ലം മുമ്പ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? പിന്നെ അലിൻ ജോസ് പെരേരയ്ക്ക് അവൻ്റെ ഒരു പ്രായം അതാണ്. പിന്നെ അവന് വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നുമില്ല, അവൻ എങ്ങനെയെങ്കിലും ജീവിക്കട്ടോ. ഞാനത് പെണ്ണുങ്ങളോട് കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. നിങ്ങളെന്തിനത് ഈ കുലീന സ്ത്രീകളും പുരുഷന്മാരും ആയതുകൊണ്ടിരിക്കണത്? ശരി, നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഓഫീസിൽ പോയിട്ടോ ജോലി ചെയ്തിട്ടോ ചെയ്യാണ്ട് നിങ്ങളെങ്ങനെ ജീവിക്കും? അതിപ്പോൾ വേറൊരാൾ നിങ്ങൾ വിചാരിക്കണ പോലെ ജീവിക്കണം എന്നുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുക, അതിൻ്റെ റീച്ച്, പ്രൊമോഷൻസ്, ഇനോഗ്രേഷൻസ്, അതേപോലെ ഫേസ്ബുക്കിൽ നിന്ന് പൈസ, അങ്ങനെ പ്രൊമോഷൻസ് സംഗതികളൊക്കെ, കൊളാബുകൾ, അതേപോലെ യൂട്യൂബിൽ നിന്ന് പൈസ ഇടും. അങ്ങനെയൊക്കെ തന്നെ ഇടും. അതേപോലെ സൂപ്പർ ചാറ്റുകൾ, ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുന്നുണ്ടാവും, 1 രൂപ മുതൽ അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടാവും. 1 രൂപ, 5 രൂപ, 10 രൂപ, 50 രൂപ എന്നൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫ്. അതിന് പലരും പറയുന്നത് പിച്ചെടുത്ത് ജീവിച്ചൂടെ എന്നൊക്കെ. നെജ്ജ് കൊണ്ടേ കൊടുക്ക് പിച്ച. എന്തു വർത്താനാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണത്? തൊപ്പിയുടെ ലൈവ് കാണലുണ്ട്, 1 രൂപ മുതൽ ആളുകൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഇവിടെ ആർക്കും ഒന്നും പറയല്ല അല്ലേ. അല്ല, ഒരു സമയത്ത് ഓനൊക്കെ ഇങ്ങനെ പച്ചത്തറി വിളിച്ചായിരുന്ന ടീംസാണ്. ഇപ്പോൾ തൊപ്പീനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, തൊപ്പിയുടെ ലൈവ് ഭയങ്കര എൻ്റർടൈനിങ് ആണെന്നൊക്കെ. ഇവിടെ നമുക്കൊരു സംഗതി ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലേ എന്നല്ല, നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണത്. അല്ലാണ്ട് നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കുക എന്നാണ്. അലിൻ ജോസ് പെരേരയ്ക്ക് അവൻ കഷ്ടപ്പെട്ട് അവൻ എത്ര വെറുപ്പീര് പോലെ എന്ത് തേങ്ങ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഉണ്ടാക്കിയെടുത്തൊരു വിസിബിലിറ്റി ഉണ്ട്. അത് അവൻ്റെ സക്സസ് ആണ്. നമുക്കത് അംഗീകരിക്കാൻ പറ്റണ്ടോ ഇല്ലേന്നല്ല, അതാണ് കാര്യം. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാ രീതിയിലും മോശക്കാരനാണെന്നോ യൂട്യൂബ് വിട്ട് പോകണമെന്നൊന്നും പറയാൻ ഒരുത്തിന് അവകാശമില്ല, ഒരുത്തിക്ക് അവകാശമില്ല. ഇതെൻ്റെ പ്ലാറ്റ്ഫോമും കൂടിയാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചീത്തവിളി, തെറി വിളികൾ ഇതൊക്കെ പ്രതീക്ഷിക്കാം. പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും, നമ്മുടെ മോൻ തന്നെ ചിലർക്ക് ഇഷ്ടാവില്ല, നമ്മുടെ വർത്താനം ചിലർക്ക് ഇഷ്ടാവില്ല. ചില ആളുകൾക്ക് അവരുടേതായ കുറേ ചിന്തകളുണ്ടാവും, അതിന് ഓപ്പോസിറ്റായിട്ട് പറയുന്നവർ ഇഷ്ടാവില്ല. ചില ആളുകൾക്ക് അവരുടെ ചിന്തകളെ ചലഞ്ച് ചെയ്യുന്ന ആളുകളുടെ വർത്താനം ഇഷ്ടമായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ചില ആളുകൾക്ക് ചില കളറുള്ള ആളുകൾ ഇഷ്ടാവില്ല, ചില ആളുകൾക്ക് പല്ല് ഗ്യാപ്പുള്ള ആളുകൾ ഇഷ്ടാവില്ല, ചില ആളുകൾക്ക് വളരെ റോ ആയിട്ട് സംസാരിക്കുന്ന ഇടപഴകുന്ന ആളുകളോടായിരിക്കും ഇഷ്ടമുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ മാറി മറിഞ്ഞൊക്കെ വരും. അല്ലാണ്ട് ഒരാളെ അവൻ്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് പച്ചത്തെറി വിളിച്ചുകൊണ്ട് നിർത്തി പോടാന്ന് പറയുന്നതുകൊണ്ട് വല്ല പണിയെടുത്ത് ജീവിക്കടാ എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്താണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യത്തിൽ? പണിയെടുത്ത് ജീവിക്കടാന്ന് ചിലവർ പറയും. അവൻ്റെ പണിയാണത്. സോഷ്യൽ മീഡിയയിൽ ഒരാളൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് അയാളുടെ പണിയാണ്, മനസ്സിലാവുണ്ട്? അതിൽ കടിച്ചിട്ട് കാര്യമില്ല. ഹൈജേരി. അപ്പോൾ നിങ്ങൾ ചെയ്യണത് മാത്രം ഉദാത്തമായ പണി, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരില്ലേ? അപ്പോൾ നിങ്ങളുടെ ജോലി എന്താ? ഈ നെഗറ്റീവായിട്ട് പണിയെടുത്ത് ജീവിക്കണമെന്ന് പറയുന്ന ആൾക്കാരുടെ പണി എന്താണെന്ന് മനസ്സിലാവാത്തത്. അതൊരു ഫ്രസ്ട്രേഷനാണ്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ അടിപൊളിയാണെന്നൊക്കെ തോന്നുന്നതുകൊണ്ടാണ് വേറെ തെറി വിളിക്കണത്. നിങ്ങൾ ചെയ്യണ ജോലിക്കൊരു മര്യാദ കൊടുക്കണമെങ്കിൽ ആ ഒരു വൈബ് വെച്ചിട്ട് വേറൊരുത്ത് എന്ത് ജോലി ചെയ്താലും മാന്യമായി ജോലി ചെയ്യുകയാണെങ്കിൽ അവൻ നിങ്ങൾ അംഗീകരിക്കും, അല്ലെങ്കിൽ അവളെ നിങ്ങൾ അംഗീകരിക്കും. അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കണം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടാണ്.
മനസ്സിലാവുന്നുണ്ട്? അത് നിങ്ങളെന്നല്ല, ഞാനായാലും ആരായാലും. അപ്പോൾ അയാൾക്ക് പറഞ്ഞാൽ ചില നമുക്ക് ട്രോളാം, അതൊക്കെ ഒരു രസമാണ്. വേണമെങ്കിൽ തീരെ സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ ചെറിയ തെറികളൊക്കെ വിളിക്കും, നമ്മൾ മനുഷ്യരല്ലേ. പക്ഷേ ഇത് പച്ചത്തെറി പച്ചത്തെറി. നമ്മൾ ഈ കമൻറ്റോളികൾ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള നല്ല രസമായിട്ട് കാര്യങ്ങൾ ട്രോളിയിട്ടൊക്കെ അവർ കുറേ ടിപ്സ് എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് അവർ കാര്യം പറയാലോ. പിന്നെ നമ്മൾ സ്വയം ട്രോളുന്ന രീതിയിലൊക്കെയാണ്. ഇപ്പോൾ ഈ അലിൻ ജോസ് പെരേരയും എല്ലാവരും ആറാട്ടനും എല്ലാവരും അങ്ങനെയാണ്, സ്വയം ട്രോളിയിട്ടും അങ്ങനെ അവർ അവരെ എൻ്റർടൈൻമെൻറ്റും കൂടി വെച്ചിട്ടാണ് അവർ പല കാര്യങ്ങളും ചെയ്യണത്. അവരെ പൊട്ടനാക്കിയിട്ടോ പൊട്ടിയാക്കിയിട്ടോ അവർ എക്സ്പ്രസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. അവർക്ക് അത്രയും ധൈര്യം ഉണ്ട് അങ്ങനെ ചെയ്യാൻ. ആ ധൈര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും. നിങ്ങൾക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്, ധൈര്യം ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് മറ്റുള്ളവർ എന്ത് ചെയ്യും, ചീത്ത വിളിക്കോ മറ്റുള്ളവരെ മുന്നിൽ നിങ്ങളുടെ വില പോവോ എന്നൊക്കെ വിചാരിച്ച് ആക്കണം കൊണ്ട് ഈ ഒരു അരക്ഷിതാവസ്ഥ ഉള്ളതുകൊണ്ടാണ് നിങ്ങളങ്ങനെ ചെയ്യാത്ത, പബ്ലിക്കായിട്ടൊരു വീഡിയോ ചെയ്യാത്തോ അല്ലെങ്കിൽ സംഗതി ചെയ്യാത്തത്. അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ടായിരിക്കാമെന്ന് കൂടി മനസ്സിലാക്കി. അല്ല, ഇത് ഉപദേശമായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറയുന്നു മാത്രം. വെറുതെ അലിൻ ജോസ് പെരേര പച്ചത്തെറിയോടെ വിളിക്കണത്. പിന്നെ വേറെ കാര്യം, അവന് കല്യാണത്തിന് മുമ്പ് 5000 10,000 വിളിക്കുന്ന ടീംസ് ഉണ്ട്. ചില ആളുകൾ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടാൻ വേണ്ടിയിട്ട് അവർ 10,000 20,000 അവർ ചിലവാക്കുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ ഒരു ഉളുപ്പില്ലാണ്ട് അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ അപമാനിച്ചിട്ടൊക്കെ വിടും. അങ്ങനെയുണ്ട്, അങ്ങനെയുള്ള നാറികളൊക്കെ ഉണ്ട് ലോകത്ത്. അപ്പോൾ ഇത് അവൻ്റെ ജീവിതം വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് വേറൊരാളുടെ ലൈഫ് വളർന്നുകൊണ്ടുവരുന്ന രീതിയിൽ അവനൊന്നും ചെയ്യണില്ലെങ്കിൽ അവൻ ജീവിക്കട്ടെടോ, ഓരോരുത്തരും ജീവിക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ പറയുന്ന പോലെ ഡൊണേഷൻസ് 5 റുപ്യയും 10 റുപ്യയും 100 റുപ്യ കിട്ടിയിട്ട് അവൻ ജീവിക്കണമെങ്കിൽ നാളെ ചിലപ്പോൾ അവന് 10,000 സ്പോൺസർ ചെയ്യാൻ ആളുണ്ടായിരിക്കും. അവർ മാസം 10,000-40,000 രൂപ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞു, ഇനോഗ്രേഷൻ വഴി ഇൻ്റർവ്യൂ വഴിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ അത് അംഗീകരിച്ചു കൊടുക്കണോ. നമുക്ക് എന്താ അംഗീകരിക്കാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. അവനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ, ഒരു മാസം ഒരു ഇൻ്റർവ്യൂ കിട്ടി വിചാരിക്കാം, അവനൊരു 15,000 രൂപ എന്ന് വേണ്ട, ഒരു 10,000 രൂപ എന്ന് കിട്ടി വിചാരിക്കാം. അവൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ ആയിട്ട് പ്രൊമോഷൻസും വ്യൂസും സൂപ്പർ ചാറ്റും ഒക്കെ ആയിട്ട് അതൊന്നൊരു 10,000-50,000 രൂപ കിട്ടുന്നുണ്ട് വിചാരിക്കുക. എല്ലാം കൂടി ആകുമ്പോൾ അല്ലെങ്കിൽ വേണ്ട, എല്ലാം കൂടി ആയിട്ട് ആവറേജ് ഒരു 70,000 രൂപ കിട്ടും വിചാരിക്കുക. എല്ലാം കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് പറയുന്നതല്ല, ഒരു മാസം ആവറേജ് ഒരു 70,000 രൂപ കിട്ടുന്നുണ്ട് വിചാരിക്കുക. ഇവിടെ അതൊരു വലിയ കാര്യമോട്. ഈസ് എൻ എൻ്റർപ്രണർ. ആർട്ട് അല്ലെങ്കിൽ അവൻ്റെ പേഴ്സണൽ ലൈഫ് ഇതൊക്കെ ഒരു എൻ്റർപ്രൈസ് രീതിയിലാണ് അവൻ കാണുന്നത്. അവനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അവന് ഷോർട്ട് ഫിലിംസ് കിട്ടുന്നുണ്ട്, അതുണ്ട്. അത് വലിയ കാര്യമല്ലേ. 10-25-26 വയസ്സുള്ള ഒരുത്തൻ പൊട്ടം കളിച്ചിട്ടാണെങ്കിൽ അവൻ പൈസ ഉണ്ടാക്കണില്ലേ. അല്ലെങ്കിൽ ഒരാളെയും ഈ പറഞ്ഞ മാതിരി കഞ്ചാവ് ബിസിനസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്ത് പരിപാടി ചെയ്തിട്ടോ ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമല്ലല്ലോ. അവൻ ജീവിക്കട്ടെ. അലിൻ ജോസ് പെരേര മുത്താണ്. അലിൻ ജോസ് പെരേര എന്നല്ല, സ്വയം എക്സ്പ്രസ് ചെയ്യുന്ന എല്ലാവരും അടിപൊളിയാണ്. അത് ജസ്റ്റ് ലിവ് ആൻഡ് ലെറ്റ് അതേഴ്സ് ലിവ്. ആ ഒരു ബോൾഡ്നെസ് കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. എന്താ കാര്യം. ഒരു സമയത്ത് അമല ഷാജീനെ ഭയങ്കര ട്രോളിയായിരുന്നു. ഇവിടെ എന്താ കാണിക്കണം അങ്ങനെ. അപ്പോൾ അവളുടെ അവസ്ഥ എന്താ? അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യം. ട്രോളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഭയങ്കരമായിട്ട് ഒരാളെ ആക്ഷേപിക്കുകയാണ്. അവനുള്ള വിസിബിലിറ്റി ഒന്നും ഇന്നുള്ള പല ആളുകൾക്കും ഇല്ല ഗൈസേ. നിങ്ങൾ വലിയ എന്താ പറയുക സംഭവമായിട്ട് കരുതുന്ന ആളുകളില്ലേ. പിന്നെ വേറെ അവന് കൊണ്ടുവന്നേരം വേറെ ആൾക്കാരൊന്നും ഇല്ല. അവൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവൻ ജീവിക്കാൻ പറ്റുള്ളൂ. ജീവിക്കണം. പിന്നെന്താ പിന്നെ അവൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയണത്? നിങ്ങളൊരു ജോലി ശരിയായി കൊടുക്കും. അത് ശരി. ഇത് വേറൊരു സൂക്കടാണ് കേസ്. അവിടെ പറഞ്ഞ് ശരിയാവില്ല. ഫ്രസ്ട്രേഷൻ.